ഹലോ മൈ ചാൻസ് സവിയോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെതും ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെതുമായിട്ടുള്ള GK കണക്റ്റഡ് പോയിന്റ്സിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏത് ചോദ്യ പേപ്പറിനകത്താണ് നമുക്ക് നോക്കാം. 101/2022 എന്ന് പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിനകത്ത് കാറ്റഗറി നമ്പറിൽ വന്ന ചോദ്യമാണ്. അതായത് ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ അടിസ്ഥാന ലക്ഷ്യമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക, ദേശീയ ഏകീകരണവും ദേശനിർമ്മാണവും, വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം, ഫെഡറൽ പൊളിറ്റി നിയന്ത്രിക്കുക. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യമല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക, ദേശീയ ഏകീകരണവും ദേശീയ നിർമ്മാണവും, വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം, ഫെഡറൽ പൊളിറ്റി നിയന്ത്രിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം എന്താണ് ഓൾ ഇന്ത്യ സർവീസ് എന്നിട്ടുള്ള കാര്യം. അതായത് സിവിൽ സർവീസുകളെ നമ്മൾ പ്രധാനമായിട്ടും 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അഖിലേന്ത്യാ സർവീസ് അഥവാ അതാണ് നമ്മളിപ്പോ പറഞ്ഞ ഓൾ ഇന്ത്യ സർവീസ്, കേന്ദ്ര സർവീസുകൾ, സംസ്ഥാന സർവീസ്. സ്ഥിരമായിട്ട് 10th ലെവൽ എക്സാംസിനും ഏത് ചോദ്യങ്ങൾ വരുന്നതാണ് ഈ ഒരു ഏരിയാസ് തരംതിരിച്ച് IAS IFS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ. ആരാണ് റിക്രൂട്ട് ചെയ്യുന്നത്, ആർക്കാണ് അതിന് അധികാരം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ബേസിക് നമുക്ക് പഠിക്കാം. അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, അഖിലേന്ത്യാ സർവീസ്. ഇപ്പൊ സിവിൽ സർവീസിനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നതിന് ഫസ്റ്റ് കാറ്റഗറിയാണ് അഖിലേന്ത്യാ സർവീസ്. അതിന്റെ പിതാവാണ് പട്ടേൽ. ഇനി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായതും പാർലമെന്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതുമായിട്ടുള്ള സർവീസുകളാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞത്. അപ്പൊ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമാണ്, പാർലമെന്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതുമായിട്ടുള്ള സർവീസുകൾക്ക് പറയുന്ന പേരാണ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് IAS, IPS, അതുപോലെ തന്നെ IFS, ഈ മൂന്നുമാണ് പ്രധാനമായിട്ടും അഖിലേന്ത്യാ സർവീസുകളായിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇനി ഏതു വർഷമാണ് ഇന്ത്യൻ സിവിൽ സർവീസ് IAS എന്നാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 അതുവരെ ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് IAS അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാക്കി 47 മുതലാണ്. ഇനി IFS ആരംഭിച്ചത് എന്നു ചോദിച്ചാൽ 1966. രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 47 ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാക്കി, 66 ഫോറസ്റ്റ് സർവീസ് ആരംഭിച്ചു. ഇനി ഇവർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ ആരാണ് സ്വീകരിക്കുന്നത്? കേന്ദ്ര സർക്കാരാണ് സ്വീകരിക്കുന്നത്. പരിശീലിപ്പിക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇപ്പൊ UPSC ആണ് ഇതുമായി ബന്ധപ്പെട്ട നിയമനങ്ങളൊക്കെ നടത്തുന്നു. ആരുമായി ബന്ധപ്പെട്ടിട്ടാണ്? UPSCയുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷകളും ഒക്കെ നടത്തുന്നത്. UPSC ആണ്. പരിശീലിപ്പിക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇനി നിയമനങ്ങളും സേവന വ്യവസ്ഥകളും സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റിൽ നിക്ഷിപ്തമാണ് എന്നിട്ടുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. നിയമനങ്ങളും സേവന വ്യവസ്ഥകളും സംസ്ഥാന സർക്കാരുമായിട്ട് കൂടിയാലോചിച്ച് കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം, എന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ആൻസറിലേക്ക് നമ്മൾക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് IAS IPS IFS എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരം എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. 1951 നിയമം അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്ന ഈ 3 കാറ്റഗറികൾ ഉണ്ടാവാൻ കാരണം. 1951 നിയമം അനുസരിച്ചിട്ടാണ്. ഇതിനകത്ത് റിക്രൂട്ട് ചെയ്യുന്നത് യൂണിയൻ ഗവൺമെന്റ് ആൻഡ് ദെയർ സർവീസ് ആർ പ്ലേസ്ഡ് അണ്ടർ വേരിയസ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. ഇപ്പം ഈ പറയുന്നത് കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നതെങ്കിലും സംസ്ഥാനങ്ങളിലും പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് ഇവരുടെ നിയമനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ പോകാവുന്നതാണ്. ഇനിയും ഫെഡറലിസവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഫെഡറലിസം മീൻസ് സ്റ്റേറ്റിന്റെയും സെന്ററിന്റെയും കാര്യങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സംഭവത്തിനെയാണ് ഫെഡറലിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവരെ നിയമിക്കുന്നത് കേന്ദ്രമാണ് എങ്കിലും ഇവര് ഭരണം നടത്തുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എപ്പോഴും ആരിലായിരിക്കും നിക്ഷിപ്തം? സ്റ്റേറ്റിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഫെഡറലിസം എന്ന്
പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഓൾ ഇന്ത്യ സർവീസിനെ ഫെഡറലിസം എന്ന ഒരു ടേം വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കളക്ഷൻ ഓഫ് റവന്യൂ ആൻഡ് ഫങ്ഷൻസ് ആസ് കോഡ്സ് ഇൻ റവന്യൂ മാറ്റേഴ്സ്. അതായത് ഇതിന്റെയൊക്കെ റവന്യൂസിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആരുമായി ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ആരുമായി ബന്ധപ്പെട്ടതാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ടാണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന കാര്യവും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. പിന്നെ അടുത്തതായിട്ട് മജിസ്ട്രേറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അതായത് ഫങ്ഷൻ ആസ് എ എക്സിക്യൂഷൻ മജിസ്ട്രേറ്റ്, അതായത് ഒരു മജിസ്ട്രേറ്റിന് എന്തൊക്കെയാണോ അധികാരമുള്ളത് അതേപോലെ തന്നെ ഇവർക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതൊരു പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ ചീഫ് ഡെവലപ്മെന്റ് ഓഫീസർ, അതായത് ജില്ലാ വികസന കമ്മീഷണർ ആയിട്ട് പ്രവർത്തിക്കും. നമുക്കറിയാം ഡിസ്ട്രിക്റ്റിലെല്ലാം എന്താണ് ഡിസ്ട്രിക്ട് കളക്ടർ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ആ ഒരു ടേം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സൂപ്പർവിഷൻ ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസീസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്, അത് രണ്ടിനെയും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതായത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നയങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കുന്നു ആര്? ഈ പറഞ്ഞിരിക്കുന്ന ഓൾ ഇന്ത്യ സർവീസിലുള്ള ഉദ്യോഗസ്ഥർ. ട്രാവൽ ടു പ്ലേസസ് ടു ഓവർസീ ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസീസ്, അതായത് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഇവരുടെ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്നതാണ്. സൂപ്പർവിഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് ഫണ്ട്സ് ആസ് പെർ നോംസ് ഓഫ് ഫിനാൻഷ്യൽ പ്രോപ്പർട്ടി, അതായത് സാമ്പത്തിക ഉടമസ്ഥതയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പൊതു ഫണ്ടുകളുടെ ചെലവുകളുടെ മേൽനോട്ടം വഹിക്കുന്നതും ഇവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട്. പൊതു ഫണ്ടുകളുടെ ചെലവുകളുടെ മേൽനോട്ടം വഹിക്കുന്നതും ഇവരുടെ ഒരു ഡ്യൂട്ടിയാണ്. ഇൻ ദ പ്രോസസ് ഓഫ് പോളിസി ഫോർമുലേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, IAS ഓഫീസേഴ്സ് അറ്റ് വേരിയസ് ലെവൽസ് ലൈക്ക് ജോയിന്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി മേക്ക് their contributions and give final shape to policies. അതായത് നയരൂപീകരണത്തിലും തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിലും വിവിധ IAS, ജോയിന്റ് സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി തുടങ്ങിയ തലങ്ങൾ അവരുടെ സംഭാവനകൾ നൽകുന്നു. അതുപോലെ തന്നെ നയങ്ങൾക്ക് ഒക്കെ അന്തിമ രൂപരേഖ നൽകുന്നതും ഇവരുടെ ഡ്യൂട്ടീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അടുത്തത് to handle daily affairs of the government, including framing and implementation of policy in consultation with the minister in charge of the concerned ministry. അതായത് ഓരോ സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രിയുമായിട്ട് കൂടിയാലോചിച്ച് നയങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ആരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നു? ഓൾ ഇന്ത്യ സർവീസിനകത്ത് വരുന്ന IASകാർക്കും IPSകാരുടെയൊക്കെ അതിനകത്ത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾക്കിവിടെ ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യമാണോ? ആണ്. അതുപോലെ തന്നെ ദേശീയ ഏകീകരണവും ദേശ നിർമ്മാണവും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ദേശീയ രീതിയിൽ നാഷണൽ ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഒരു ഏകീകരിക്കുന്നുണ്ട്. ദേശ നിർമ്മാണം എന്ന് പറയുന്ന കണ്ടന്റും വരുന്നുണ്ട്. ഇനി ഇവിടെ ഫെഡറൽ പൊളിറ്റി നിയന്ത്രിക്കുക എന്ന് പറയുന്ന സംഭവവും വരുന്നുണ്ട്. വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം അല്ല ഇവിടെ നടക്കുന്നത്. വികേന്ദ്രീകൃതമായിട്ടുള്ള ഭരണത്തിന്റെ വ്യാപനം അല്ല അവിടെ നടക്കുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഇനി ഇവിടുന്ന് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെ ആയിരിക്കും? ഇവർക്ക് മജിസ്ട്രേറ്റുമായിട്ട് താരതമ്യത്തിൽ ആണോ ഇവർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഫംഗ്ഷൻ മജിസ്ട്രേറ്റിന് തുല്യമാണോ? പിന്നെ എന്താണ് കളക്ഷൻ ഓഫ് റവന്യൂ ആൻഡ് ഫങ്ഷൻസ് ആസ് കോഡ്സ് ഇൻ റവന്യൂ മാറ്റേഴ്സ്, റവന്യൂന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവരുടെ ചുമതലയിൽ വരുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ ഒരു പോയിന്റാണ് നമുക്കിപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫെഡറൽ പൊളൈറ്റി എന്ന് പറയുന്ന ആ ഒരു ടേംസ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ എന്താണ് ഓരോരോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പബ്ലിക് ഫണ്ടിന്റെ മേൽനോട്ടത്തിന്റെ എക്സ്പെൻഡിച്ചർ ഒക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. പിന്നെന്താണ് വിവിധ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് കൂടിയാലോചിച്ച് നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതും ഇവര് വരുന്നുണ്ട്. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മളുടെ ജില്ലാ കളക്ടർമാരാണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു ജില്ലയുമായി ബന്ധപ്പെട്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ കറസ്പോണ്ടിങ് ആൾക്കാരുമായിട്ടൊക്കെ കൂടിയാലോചിച്ച് എല്ലാ കാര്യങ്ങളും
നടപ്പിലാക്കുന്നതും ഇവർ തന്നെയാണ്. കറസ്പോണ്ടിങ് മന്ത്രിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതാത് മന്ത്രിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദൈനംദിന ഗവൺമെന്റിനെ സഹായിക്കുന്നതും ഇവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റിനകത്ത് എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓൾ ഇന്ത്യ സർവീസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ആ ഒരു പോയിന്റൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു മലയാളം നമുക്ക് നോക്കിയിട്ട് വരാം. അതായത് അഖിലേന്ത്യാ സർവീസുകൾ 312, അതായത് ദേശീയ താല്പര്യങ്ങൾക്ക് ആവശ്യമോ ഉചിതമോ ആണെങ്കിൽ രാജ്യസഭ പാസാക്കുന്ന പ്രമേയത്തിലൂടെ പാർലമെന്റിന് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ അധികാരം ഉണ്ട്. അപ്പം ആര് ഇത് പാസ്സാക്കണം എന്ന കാര്യം ഓർമ്മിച്ചേക്കുക. രാജ്യസഭ പാസ്സാക്കുന്ന പ്രമേയത്തിലൂടെ പാർലമെന്റിന് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ അധികാരമുണ്ട്. അപ്പൊ രാജ്യസഭയാണ് ഇത് പ്രമേയത്തിലൂടെ പാസ്സാക്കുന്നത്. അപ്പൊ ദേശീയ താല്പര്യങ്ങൾക്ക് ആവശ്യമോ ഉചിതമോ ആണ് എങ്കിൽ ഓൾ ഇന്ത്യ സർവീസുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് അധികാരമുണ്ട് എന്നിട്ടാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. പാർലമെന്റിന് അധികാരമുണ്ട്. അക്കോർഡിംഗ് ടു ഏത് പ്രകാരം? 312 പ്രകാരം, 312 ആർട്ടിക്കിൾ പ്രകാരം ദേശീയ താല്പര്യങ്ങൾക്ക് ആവശ്യമോ ഉചിതമോ ആണ് എങ്കിൽ രാജ്യസഭ പാസാക്കുന്ന പ്രമേയത്തിലൂടെ പാർലമെന്റിന് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ അധികാരമുണ്ട്. അപ്പൊ അത് പഠിച്ചല്ലോ. ഇനി രാജ്യസഭയിൽ ഇത്തരം ഒരു പ്രമേയത്തെ വോട്ട് രേഖപ്പെടുത്തുന്ന എത്ര അംഗങ്ങൾ പിന്തുണയ്ക്കണം? 3/2 അംഗങ്ങൾ പിന്തുണച്ചെങ്കിൽ മാത്രമേ ഇത് പാസ്സാവത്തുള്ളൂ. സോറി, വോട്ട് രേഖപ്പെടുത്തുന്ന എത്ര അംഗങ്ങൾ പിന്തുണയ്ക്കണം? 3/2. ഇനി സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് ആർക്ക് അധികാരം നൽകിയിരിക്കുന്നത്? അപ്പം ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ട ആർക്കാണ് അധികാരം? രാജ്യസഭയ്ക്കാണ് അധികാരം. നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് രാജ്യസഭയിലാണ്. 3/2 ഭൂരിപക്ഷത്തിന്റെ കാര്യവും നമ്മൾ അവിടെ ഓർത്ത് വെച്ചത്. അത്രയും അംഗങ്ങൾ പിന്തുണച്ചെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. ഇനി അഖിലേന്ത്യാ സേവനങ്ങളിലേക്ക് നിയമിതരായ വ്യക്തികളോട് നിയമനവും സേവന വ്യവസ്ഥകളും പാർലമെന്റിന് നിയന്ത്രിക്കാനും നിർണ്ണയിക്കാനും കഴിയും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ആരാണ് നിയമിക്കുന്നത്? അത് പാർലമെന്റ് ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അത് ഏത് നിയമം അനുസരിച്ചിട്ടാണ്? 1951 നിയമം അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള നിയമിതരായിട്ടുള്ള വ്യക്തികളുടെ നിയമനവും അവരുടെ സേവന വ്യവസ്ഥകളും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? 59 നിയമം അനുസരിച്ച് പാർലമെന്റ് ആണ്. അതും നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. ഇനി അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസിലുള്ള തസ്തികയിൽ ഒന്നുപോലും ജില്ലാ ജഡ്ജിയുടെ തസ്തികയിൽ താഴ്ന്നതാവാൻ പാടില്ല. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസിലുള്ള തസ്തികയിൽ ഒന്നുപോലും ജില്ലാ ജഡ്ജിയുടെ തസ്തികയിലും താഴ്ന്നതാവാൻ പാടില്ല എന്ന് ഈ അഖിലേന്ത്യാ സർവീസുകൾക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസിലുള്ള തസ്തികയിൽ ഒന്നുപോലും ജില്ലാ ജഡ്ജിയുടെ തസ്തികയിലും താഴ്ന്നതാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട സേവന വ്യവസ്ഥകളും നിയമനവും എല്ലാം ചെയ്യുന്നത് പാർലമെന്റ് ആണ്. രാജ്യസഭയാണ് പ്രമേയം പാസ്സാക്കുന്നത്. എത്ര പേര് പിന്തുണയ്ക്കണം? 3/2 ആൾക്കാർ പിന്തുണച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ വോട്ട് രേഖപ്പെടുത്തുന്നവരുടേത്. ഓക്കെ. ഇനി ദേശീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ആണ് എങ്കിൽ രാജ്യസഭ പാസ്സാക്കുന്ന പ്രമേയത്തിലൂടെ ആർക്ക് പറ്റും? പാർലമെന്റിന് പറ്റും എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഏത് നിയമം അനുസരിച്ച്? 51 നിയമം അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത് നോക്കിയിട്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ലക്ഷ്യം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലക്ഷ്യം അല്ലാത്തത് അപ്പൊ ഏതാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഓപ്ഷൻ 3 ആണ്. വികേന്ദ്രീകൃതമായിട്ടുള്ള ഭരണത്തിന്റെ വ്യാപനം എന്റെ ലക്ഷ്യമൊന്നുമല്ല. ലോ ആൻഡ് ഓർഡർ നമ്മൾ പഠിച്ചു. ദേശീയ ഏകീകരണവും ദേശീയ നിർമ്മാണം. അപ്പം ദേശീയ നിർമ്മാണത്തിന് താല്പര്യമുണ്ട് എങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു സെന്റൻസ് ആർട്ടിക്കിൾ 312 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫെഡറൽ പൊളൈറ്റി നിയന്ത്രിക്കുക. അപ്പൊ ഇത് 1, 2, 4 ശരിയാണ്. മൂന്നാമത്തതാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെതും മെയിൻസിൻ്റെതും GK കണക്റ്റഡ് പോയിന്റ്സിന്റെ ഇപ്പൊ ഇത്രയും ചോദ്യ പേപ്പറുകൾ ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന ചോദ്യ പേപ്പറുകളും ഇതിനകത്ത് തന്നെ ഇൻക്ലൂഷൻസ് വരുന്നതായിരിക്കും. ആദ്യം 100 സ്റ്റുഡൻസിന് 599 പ്രൈസിനകത്തായിരിക്കും വരുന്നത്. താല്പര്യമുള്ളവർ ഈ നമ്പറിനകത്ത് മെസ്സേജ് ചെയ്യാനാണ്. PDF ആണ്. GK കണക്റ്റഡ്, GKയുടെ മാത്രമായിരിക്കും വരുന്നത്. ഓക്കെ. അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.